നീ പാറുവിന്റെ മുഖത്തോട്ടും നോക്ക്. ഇത്രയും വിഷമം സഹിച്ചു നിൽക്കേണ്ട തലയിലെടുത്ത് ഇവക്കൊണ്ടോ? ഞാനൊരു ഐഡിയ പറയട്ടെ. കൈലാഷ് സാറിനോട് നേരിട്ട് പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. സീതാ മേഡത്തോട് സത്യം പറഞ്ഞൂടെ? അവര് നയത്തിൽ കൈലാഷ് സാറിനോട് എല്ലാം അവതരിപ്പിച്ചോളൂ. എന്നിട്ട് വേണം കൈലാഷ് സാർ വീണ്ടും വീട് വിട്ടോടാൻ. നീ ഒന്നും മിണ്ടായിരിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അംഗീകരിക്കില്ലല്ലോ. പാറു, ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. നീ ഭൂമിക മേഡത്തിനോടൊന്ന് സംസാരിക്കും. കൈലാഷ് സാറിന്റെ സന്തോഷത്തിന് വേണ്ടി നീ നിന്റെ ജീവിതം കുരുതി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കൈലാഷ് സാറ് അവരുടെ വാക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. നീ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? ഈ പ്രശ്നം തുടങ്ങി വെച്ചത് അവര് തന്നെയല്ലേ? കൈലാഷ് സാറിന് വെറുതെ മോഹം കൊടുത്ത് നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് ചെന്ന് കല്യാണം ഉറപ്പിക്കേണ്ട വല്ല കാര്യവും അവർക്കുണ്ടായിരുന്നു. അവരായിട്ട് തുടങ്ങി വെച്ച പ്രശ്നം അവരായിട്ട് തന്നെ തീർക്കട്ടെ. നീ അവരെ വിളിച്ച് നിന്റെ അവസ്ഥ എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. ചെല്ല്, ഇപ്പൊ തന്നെ നീ ഫോൺ ചെയ്തൊന്ന് സംസാരിക്കും. നീ എന്താടാ നോക്കിയിരിക്കുന്നത്? അവളുടെ കൂടെ ചെന്ന് ഭൂമിക മേഡത്തെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കൂ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും കൂളായിട്ട് കൈകാര്യം ചെയ്യുന്ന പ്രേംചേട്ടൻ തന്നെയാണോ ഇത്? ഇത് സാധാരണ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പോലെയൊന്നും അല്ല. കൈലാഷ് സാറിനോടുള്ള കടപ്പാടിനും പാറുവിനോടുള്ള സ്നേഹത്തിനും ഇടയിൽ ആ പാവം പെട്ടുകിടക്കുക. ആ, നീ വാ. ഹലോ പാറു. എനിക്ക് മതിയായി മാഡം. എല്ലാവരും എന്നൊരു പാവ പോലെയാ കരുതിയിരിക്കുന്നത്. എന്റെ ഇഷ്ടം എന്താണെന്ന് ചോദിക്കുക പോലും ചെയ്യാതെ സ്നേഹിക്കാണെന്ന പേരിൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. പാറു, നീ ആദ്യം ഒന്ന് സമാധാനിക്ക്. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് എന്നോട് പറ. സീതാ മാഡം എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ മരുമകൾ ഒരു സാധാരണ ടൈലറായ പോരാന്ന് പറഞ്ഞ് കമ്പനിയില് അവരുടെ ഒപ്പമുള്ള ഒരു സ്ഥാനം തന്നു. ഇതെല്ലാം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കല്യാണത്തിന്റെ പേരിലാണെന്ന് അറിഞ്ഞിട്ടും എനിക്കത് തുറന്നു പറയാൻ കഴിഞ്ഞില്ല. എല്ലാവരും ഇത്രയും സ്നേഹമുള്ള ഒരു അമ്മായിയമ്മ കിട്ടിയത് ഭാഗ്യാന്ന് പറയുമ്പോ ഉള്ളിന്റെ ഉള്ളില് കുറ്റബോധം കൊണ്ട് നീറുക ഞാൻ. മാഡം കൈലാഷ് സാറിന് കൊടുത്ത പ്രതീക്ഷ കാരണം ഇതൊക്കെ സംഭവിക്കുന്നത്. നീയും കൈലാഷും സന്തോഷമായി ജീവിക്കുമെന്ന് കരുതിയാ ഞാൻ അത് ചെയ്തത്. പക്ഷെ അത് ഇത്ര വലിയ പ്രശ്നമാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. കൈലാഷും നീയും എന്റെ രണ്ട് കണ്ണുകൾ പോലെയാ. നിങ്ങളിൽ ആർക്ക് വേണ്ടിയാ ഞാൻ സംസാരിക്കേണ്ടത്? ആരുടെയും മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാനാ ഞാൻ ഇത്രയും കാലം എല്ലാം സഹിച്ചു മിണ്ടാതിരുന്നത്. ഇനിയും എനിക്ക് സഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കൈലാഷ് സാറ് മരിക്കുന്ന പറയുക മാത്രമാ ചെയ്തത്. ഞാനത് ചെയ്യാൻ ചെയ്യും. പാറു, പാറു, പാറു. പാറു, നീ എന്ത് ഭ്രാന്തൊക്കെ ഈ പറയുന്നേ? എനിക്ക് വേറെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് നല്ല തിരക്കുണ്ട്. എന്തിനാ വിളിച്ചതെന്ന് വേഗം പറ. കൈലാഷിനെ പറ്റി സംസാരിക്കാനാ ഞാൻ വിളിച്ചത്. നിന്നോട് അവന്റെ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അത് ഓർമ്മ ഉള്ളതുകൊണ്ടാ ഞാൻ നിങ്ങളെ വിളിച്ചത്. ഞാൻ പറയുന്ന വിഷയത്തെപ്പറ്റി സീത തന്നെ കൈലാഷിനോട് സംസാരിച്ചാ മതി. പാറുവിന്റെ വിഷയത്തിൽ നമുക്ക് തെറ്റ് പറ്റിയെന്നാ എനിക്ക് തോന്നുന്നത്. നമുക്ക് തെറ്റുപറ്റിയെന്നോ? അതോ നിനക്ക് മാത്രമാണോ തെറ്റുപറ്റിയത്? എന്റെ മകന്റെ ജീവിതത്തിൽ നിന്നോട് ഇടപെടരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം ഇതാ. അവന്റെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും നിന്നേക്കാൾ നന്നായി എനിക്കറിയാം. അവന്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്ന നിനക്ക് അവനെ മുഴുവനായി മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് കരുതിയതാണ് നിന്റെ തെറ്റ്.
തെറ്റാർക്ക് പറ്റിയതാണെങ്കിലും അത് ബാധിക്കാൻ പോകുന്നത് കൈലാഷിനെ ആയിരിക്കും.